ഇനി ഞാൻ പറയുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾ രാവിലെ എണീക്കുന്നു, നിങ്ങളുടെ ബാങ്ക് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രോസൺ ആണ് എന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അത് ഫെയിൽ ആവുന്നു. നിങ്ങളുടെ FD അക്കൗണ്ട് നിങ്ങൾ പരിശോധിക്കാനായി പോകുന്നു, പക്ഷെ ആ അക്കൗണ്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കേൾക്കുന്ന സമയത്ത് ഒരു നൈറ്റ്മെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ദുസ്വപ്നമായിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. പക്ഷെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായി പല ആളുകൾക്കും സംഭവിച്ച ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് ഇത്. 2014 തൊട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഏകദേശം 78ഓളം ബാങ്കുകളുടെ ലൈസൻസ് ആണ് റദ്ദാക്കിയത്. ഇവയിൽ ഭൂരിഭാഗവും അർബൻ കോർപ്പറേറ്റീവ് ബാങ്കുകളാണ്. അടുത്ത വർഷങ്ങളിലായി ഈ ഒരു ക്ലോഷർ അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് വളരെയധികം കൂടിയിരിക്കുകയാണ്. അത് ഉയർത്തുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ ബാങ്ക് ക്ലോസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പണത്തിന് എന്ത് സംഭവിക്കും? നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇതെല്ലാം സേഫ് ആയിരിക്കുമോ? RBIയുടെ ഇത്രയധികം റെഗുലേഷൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബാങ്കുകളെല്ലാം അടച്ചുപൂട്ടപ്പെടുന്നത്? ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏതൊക്കെ ബാങ്കുകളാണ് പൂട്ടിയിരിക്കുന്നത് എന്ന കാര്യവും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ബോസുര മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. ഒരു ബാങ്ക് ക്ലോസ് ആയി കഴിയുന്ന സമയത്ത് കസ്റ്റമറുടെ പണത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ടെൻഷൻ പല ആളുകൾക്കും ഉണ്ടാകും. ഞാൻ പറഞ്ഞു 78ഓളം ബാങ്കുകൾ ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, അവരുടെ ലൈസൻസുകൾ റദ്ദാക്കി കഴിഞ്ഞു. ഈ 78ഓളം ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്ന ലക്ഷക്കണക്കിന് കസ്റ്റമറുടെ പണത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പണം സംരക്ഷിക്കുന്നതിന് ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ഇപ്പോൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിലവിലുണ്ട്. DICGC അഥവാ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ അവൈലബിൾ ആണ്. എന്നാൽ DICGC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴത്തെ നിയമപ്രകാരം നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പണവും നിക്ഷേപിച്ചോട്ടെ, ആ പണത്തിന്റെ ആദ്യത്തെ 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ 10 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നത്, 15 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ എത്ര എമൗണ്ട് നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാലും ഈ നിക്ഷേപിക്കുന്ന എമൗണ്ടിൽ ആദ്യത്തെ 5 ലക്ഷം രൂപ ഇൻഷുർഡ് ആണ്. ഈ ഇൻഷുറൻസിന്റെ ലിമിറ്റിൽ മുതലും പലിശയും ഉൾപ്പെടുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ബാങ്കിൽ 2 ലക്ഷം രൂപ സേവിങ്സ് അക്കൗണ്ടിലും 2 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ടോട്ടൽ എത്രയാണ്? 4 ലക്ഷം രൂപ. ഈ 4 ലക്ഷം രൂപ സേവിങ്സിലായിട്ടും FDയിലായിട്ടുമുള്ള നിങ്ങളുടെ ടോട്ടൽ 4 ലക്ഷം രൂപ കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. നിങ്ങൾ ഫുള്ളി കവേർഡ് ആണ്. അഥവാ നിങ്ങൾ നിക്ഷേപിച്ച ബാങ്കിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ബാങ്കിന്റെ ലൈസൻസ് റദ്ദാവുകയോ ബാങ്ക് ക്ലോസ് ആയി പോവുകയോ ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ എമൗണ്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇനി അതല്ല, നിങ്ങൾ 5 ലക്ഷം രൂപയിൽ കൂടുതൽ, അതായത് 10ഓ 15ഓ ലക്ഷം ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DICGCയുടെ നിയമപ്രകാരം DICGC 5 ലക്ഷം രൂപ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 10 ലക്ഷം രൂപയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ബാങ്കിന്റെ അസറ്റ് സക്സസ്ഫുൾ ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള 10 ലക്ഷം രൂപ തിരികെ ലഭിക്കുകയുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെയധികം കാലങ്ങൾ എടുക്കുന്ന ഒന്നാണ്, വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇത്. പക്ഷെ ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 5 ലക്ഷം രൂപയുടെ കവറേജിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് പെർ ബാങ്ക് ആണ്, പെർ ബ്രാഞ്ച് അല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ബാങ്കിന്റെ വ്യത്യസ്ത ബ്രാഞ്ചുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല. നിങ്ങൾ 15 ലക്ഷം രൂപ എന്ന് പറയുന്ന ബാങ്കിന്റെ 3 ബ്രാഞ്ചുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ കവറേജ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി അതല്ല, നിങ്ങൾ 15 ലക്ഷം രൂപ ABC എന്ന് പറയുന്ന ഡിഫറെന്റ് ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ 5 ലക്ഷവും സെക്യൂർഡ് ആയിരിക്കും, ഇൻഷുർഡ് ആയിരിക്കും. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്, ഇത്തരത്തിൽ ബാങ്കിന്റെ ഒരു ഫെയിലിയർ, ഒരു കൊളാപ്സ് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക തളർച്ചയും ക്രൈസിസും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ സംഭവിക്കൂ എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അതല്ല യാഥാർത്ഥ്യം. ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ ഒരു ബാങ്ക് ക്ലോഷർ അല്ലെങ്കിൽ ബാങ്ക് അടച്ചുപൂട്ടൽ എന്ന് പറയുന്ന ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ബാങ്ക് ക്ലോഷർ നടന്നിട്ടുള്ളത്. ഉത്തർപ്രദേശിലും കർണാടകയിലും ധാരാളം ബാങ്കുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വളരെയധികം ആളുകളെ ഇത് ബാധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറിയ കമ്മ്യൂണിറ്റികൾ, ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ നഗരപ്രദേശങ്ങളിലും ഒക്കെ ഉള്ള ആളുകൾ പലപ്പോഴും അവരുടെ സേവിങ്സ് അക്കൗണ്ട് മറ്റുമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കോർപ്പറേറ്റ് ബാങ്കുകളിലാണ്, സഹകരണ ബാങ്കുകളിലാണ്. ഏറ്റവും കൂടുതൽ അടച്ചുപൂട്ടിയിരിക്കുന്നത് സഹകരണ ബാങ്കുകളാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒഫീഷ്യൽ ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ നടന്നിട്ടുള്ളത് അടച്ചുപൂട്ടപ്പെട്ട കോർപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നുമാണ്. DICGC ആയിരക്കണക്കിന് കോടി രൂപ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെങ്കിലും പല ആളുകളും, അതായത് ഇൻഷുറൻസ് കവർ ലിമിറ്റിന് അപ്പുറത്തേക്ക് നിക്ഷേപിച്ചിട്ടുള്ള പല
ആളുകൾക്കും വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസ്, മുതിർന്ന പൗരന്മാർ അവരുടെ റിട്ടയർമെന്റ് സമയത്ത് കിട്ടിയ പണം വലിയ എമൗണ്ട് ഒക്കെ ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന സമയത്ത് അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആളുകൾ അവരുടെ ഹാർഡ് ഏൺഡ് മണി, കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണമെല്ലാം ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ബാങ്ക് കൊളാപ്സ് സംഭവിച്ചാൽ അവരുടെ ആദ്യത്തെ 5 ലക്ഷം രൂപ ഒഴികെ ബാക്കി എല്ലാ എമൗണ്ടും വാനിഷ്ഡ് ആയി പോകുന്നു എന്നുള്ള ഒരു ദുഃഖപരമായ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, എന്തുകൊണ്ടായിരിക്കാം ഇത്രയും ബാങ്കുകൾ അടച്ചുപൂട്ടാൻ അല്ലെങ്കിൽ ഇത്രയും ബാങ്കുകളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ള സംശയം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഡ്യുവൽ റെഗുലേഷൻ ആണ്. സാധാരണ പൊതുമേഖലാ ബാങ്കുകളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് കോർപ്പറേറ്റീവ് ബാങ്കുകളിൽ ഡ്യുവൽ കൺട്രോൾ ആണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. അതായത് ബാങ്കിന്റെ സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് RBIയുടെ നിയന്ത്രണത്തിൽ ആണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റീവ് ബാങ്കുകളിൽ ഉണ്ടാകുന്നുണ്ട്. മാനേജ്മെന്റിനെയും അഡ്മിനിസ്ട്രേഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് എന്താണ്? ഒരു അക്കൗണ്ടബിലിറ്റി ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ റെസ്പോൺസിബിലിറ്റി ഡിവൈഡഡ് ആയിട്ട് മാറുന്ന സമയത്ത് റെഗുലേറ്ററി ഓവർസൈറ്റ് കൂടുതൽ ദുർബലപ്പെടുന്നു. ഇത് വർഷങ്ങളോളം നോട്ടീസ് ചെയ്യപ്പെടാതെയും പോകുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബാങ്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു അപകടം എന്ന് പറയുന്നത് ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കടം കൊടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള കോർപ്പറേറ്റീവ് ബാങ്കുകളിൽ വലിയ ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഒരു നാട്ടിലെ പൗരപ്രമുഖനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഹോൾഡുള്ള ആളുകൾക്കോ ഇത്തരത്തിലുള്ള പല ആളുകൾക്കും കോർപ്പറേറ്റീവ് ബാങ്കുകളുമായിട്ട് ഹോൾഡ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാങ്കുകളിൽ വലിയ എമൗണ്ട്, ഇത്തരത്തിലുള്ള കോർപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നും വലിയ എമൗണ്ട് ലോൺ ആയിട്ട് എടുക്കുന്നു. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് റീപേ ചെയ്യുന്നേയില്ല. ഇതിനായിട്ട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണം പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോർപ്പറേറ്റ് ബാങ്കിന്റെ കാര്യമാണ്. മഹാരാഷ്ട്രയിലെ ഒരു വലിയ സിംഗിൾ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് ഈ ഒരു ബാങ്കിൽ നിന്നും വലിയൊരു തുക ലോൺ ആയിട്ട് എടുത്തു. ഈ ലോൺ കിട്ടുന്നത് എവിടെ നിന്നാണ്? ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ആളുകളുടെ ഡെപ്പോസിറ്റ് പണമാണ് ഒരു വലിയ എമൗണ്ട് ആയിട്ട് ലോൺ ആയിട്ട് ഒരു സിംഗിൾ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന് ഈ ബാങ്ക് കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫലമായി സംഭവിക്കുന്നത് എന്താണ്? തിരിച്ചടവ് മുടങ്ങുന്ന സമയത്ത് ആളുകളുടെ പണം, സാധാരണക്കാരുടെ പണം ഇവിടെ ട്രാപ്പ് ആയി പോകുന്നു. ഒരു വലിയ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും, ഇന്റേണൽ കൺട്രോളുകൾ ഉപയോഗിച്ച് എങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്നതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമായിരുന്നു പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോർപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. അതായത് രാഷ്ട്രീയക്കാരുടെ സ്വാധീനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ വലിയൊരു സ്വാധീനം കോർപ്പറേറ്റീവ് ബാങ്കുകളിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്ന പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് പറ്റും എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റിയോ ഒന്നുമല്ല ആ വ്യക്തിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാനുള്ള, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്, ആരെങ്കിലും കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച് ഒരു ലോൺ എടുക്കാനുള്ള ഒരു സാഹചര്യം പോലും പലപ്പോഴും ഇന്ത്യയിലെ കോർപ്പറേറ്റീവ് ബാങ്കുകളിൽ ഉണ്ട് എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. കേരളത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ഇല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതാണ് നടക്കുന്നത് എന്നതാണ് വസ്തുത. സോ സ്വാഭാവികമായിട്ട് ലോൺ ഇത്തരത്തിൽ ഇൻഫ്ലുവൻസിന്റെ ബേസിലാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് ക്രെഡിറ്റ് റിപ്പോർട്ടിന്റെയോ അല്ലെങ്കിൽ ലോൺ റീപേയ്മെന്റ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല, ഇൻഫ്ലുവൻസിന്റെ ബേസിലാണ് ലോൺ കൊടുക്കപ്പെടുന്നത് എന്നതാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? റീപേയ്മെന്റ്, ലോൺ തിരിച്ചടവ് സ്വാഭാവികമായിട്ടും മുടങ്ങപ്പെടാൻ സാധ്യതയുണ്ട്. തൽഫലമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? ലോൺ റീപേയ്മെന്റ് നടക്കാത്ത സമയത്ത് ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി അവതാളത്തിലാകുന്നു. ബാങ്ക് അടച്ചുപൂട്ടാനും അതുവഴി സാധ്യമാകുന്നു. ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ചാലഞ്ചസുമാണ് മറ്റൊരു പ്രധാന കാരണം. ഇന്നത്തെ ബാങ്കിംഗ് സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് അവരുടെ ഫോൺ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബാങ്കിംഗ് നടത്താനുള്ള സൗകര്യം ഇന്നുണ്ട്. പക്ഷെ പലപ്പോഴും ചെറിയ കോർപ്പറേറ്റീവ് ബാങ്കുകൾ, ഗ്രാമങ്ങളും ചെറിയ പട്ടണങ്ങളും ഒക്കെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന കുഞ്ഞു ബാങ്കുകൾക്ക് ഈ ഒരു വേഗത്തിനൊത്ത് ഓടിയെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം, മാനുവൽ പ്രോസസ്സ്, എന്ത് ചെറിയ ആവശ്യത്തിനും ആളുകൾക്ക് ബാങ്കിൽ നേരിട്ട് പോവേണ്ട ഒരു അവസ്ഥ. ഇതുമൂലം സംഭവിക്കുന്നത് എന്താണ്? സ്വാഭാവികമായിട്ടും കസ്റ്റമർമാർ ഈ ഒരു കോർപ്പറേറ്റീവ് ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റു വലിയ ബാങ്കുകളെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സാഹചര്യം വരുന്ന സമയത്ത്, നാടൻ ഭാഷയിൽ പറയുന്നത് നാടോടുമ്പോൾ നടുവേ ഓടാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കസ്റ്റമർമാരുടെ കൊഴിഞ്ഞുപോക്കും ഉണ്ടാകും. ഇത് ബാങ്കിന്റെ നടത്തിപ്പ് സുഗമമായി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സോ RBI എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഇത്രയും വലിയ ഒരു സിസ്റ്റം ചുമ്മാ അങ്ങ് ചില ബാങ്കുകൾ ക്ലോസ് ചെയ്യുകയല്ല ചെയ്തത്. ഈ ഇന്ത്യയിലെ ബാങ്കിംഗ് സിസ്റ്റം, ഇന്ത്യൻ എക്കോണമി സിസ്റ്റം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പരാജയങ്ങൾ അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോഷർ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഒരു ബാങ്ക് ക്ലോഷർ എന്ന് പറയുന്ന ഒരു സംഭവം RBI കൊണ്ടുവന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അർബൻ കോർപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മുകളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകളും വളരെ ടൈറ്റ് ആയിട്ടുള്ള സൂപ്പർവിഷനുമാണ് RBI കൊണ്ടുവന്നിരിക്കുന്നത്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷനുകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കസ്റ്റമർക്ക് സുഗമമായിട്ട് ബാങ്കിംഗ് നടത്താനും അതുപോലെ തന്നെ ബാങ്കിംഗ് സേഫ്റ്റി ഉറപ്പുവരുത്താനുമാണ് RBI ഇത്തരത്തിലുള്ള ഒരു മൂവുമായിട്ട് മുമ്പോട്ട് പോയത്. അതുപോലെ തന്നെ ഈ പുതിയ നിയമങ്ങൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം പണമാണ് ഒരു കസ്റ്റമർക്ക് ബാങ്കിൽ ലോൺ ആയിട്ട് കൊടുക്കാൻ സാധ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു കസ്റ്റമർ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർ ആണെങ്കിൽ, എന്തെങ്കിലും കമ്പനിയോ മറ്റോ ആണെങ്കിൽ അവർക്ക് എത്രത്തോളം കൊടുക്കാം, ഇതിനൊക്കെ ഒരു റെഗുലേഷനും നിയന്ത്രണവും കൊണ്ടുവരാനാണ് RBI ശ്രമിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഇൻഫ്ലുവൻസ് പരമായിട്ടുള്ള ലോണുകൾ കൊടുക്കുന്നത് ഒഴിവാക്കുക, ബാഡ് ലോണുകൾ ആളുകൾ എടുക്കുന്നത് ഒഴിവാക്കുക. സോ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കോർപ്പറേറ്റീവ് ബാങ്കുകൾ പോലെയുള്ള അർബൻ കോർപ്പറേറ്റീവ് ബാങ്കുകൾ പോലെയുള്ള ചെറിയ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് സുഗമമായിട്ട് മുമ്പോട്ട് പോകാൻ സാധ്യമാണ് എന്നുള്ളതാണ്. സോ ഇതിൽ നിന്നും കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു പ്രാക്ടിക്കൽ ലെസൺസ് എന്തൊക്കെയാണ്? വലിയ പലിശ നിരക്കിൽ നൽകുന്ന ബാങ്കുകൾ ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് ഒരിക്കലും ധരിക്കരുത്. പല കോർപ്പറേറ്റീവ് ബാങ്കുകളും സാധാരണ ബാങ്കുകളേക്കാൾ കൂടിയ പലിശ നിരക്ക് FDക്ക് മറ്റും നൽകാറുണ്ട്. പക്ഷേ അത് കണ്ണടച്ച് പോയി അവിടേക്ക് നമ്മൾ നമ്മുടെ പണം നിക്ഷേപിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഞാൻ മേലെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുന്ന തരത്തിലുള്ള റിസ്കുകൾ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ എന്തോ ഭാഗ്യത്തിന് ആകെ 2 ബാങ്കുകളുടെ ലൈസൻസ് മാത്രമേ 2 കോർപ്പറേറ്റീവ് ബാങ്കുകളുടെ ലൈസൻസ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതിലൊന്ന് അടൂരിലുള്ള അടൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡും തിരുവനന്തപുരത്തുള്ള ദ അനന്തശയനം കോർപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡുമാണ്. സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ പണത്തിൽ 5 ലക്ഷം രൂപ മാത്രമാണ് ബാങ്ക് ഇൻഷുറൻസ് ആയി നൽകുന്നത്. സോ കൂടുതൽ വലിയ എമൗണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾ മൾട്ടിപ്പിൾ ബാങ്ക്സ് കൺസിഡർ ചെയ്യുക. അതായത് ഒരു സിംഗിൾ ബാങ്കിൽ നിങ്ങളുടെ വലിയ ഒരു എമൗണ്ട് FD ആയിട്ടോ മറ്റേതെങ്കിലും സേവിങ്സ് രൂപത്തിലോ നിക്ഷേപിക്കാതെ മൾട്ടിപ്പിൾ എമൗണ്ട് ആയിട്ട് 5 ലക്ഷം രൂപ അങ്ങനെ അത്തരത്തിലുള്ള എമൗണ്ട് ആയിട്ട് നിങ്ങൾ വ്യത്യസ്തമായ ബാങ്കുകൾ നിക്ഷേപിക്കുകയാണെങ്കിൽ യുവർ എൻറ്റയർ മണി വിൽ ബി ഇൻഷുർഡ്, സേഫ് ആൻഡ് സെക്യൂർഡ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.